അപ്പം ഇതാട്ടോ നമ്മുടെ അവിടെ നമ്മൾ പറയാറുള്ള മീൻകാരൻ മാമൻ, നമ്മുടെ ചിറ്റണ്ടക്കാരൻ മാമനാണ്. എപ്പോഴും ചോദിക്കാറുണ്ട് വീഡിയോയിലേ, ചിറ്റണ്ടക്കാരൻ മാമനെ എല്ലാവർക്കും അറിയാന്ന് പറയും. ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ഇടുമ്പോഴേ അപ്പൊ പറയും മാമ എവിടെയാന്നൊക്കെ ചോദ്യങ്ങൾ വരും. എന്ത് മീനാ? ചെമ്മീനും വാളെ. അതല്ലേ, വറക്കാൻ ഏതാ ടേസ്റ്റ്? വാള കുഴപ്പമില്ല, നന്നെടുക്ക്. വാള നമുക്കൊരു 1/2 കിലോ മതി. എടുക്ക്. ആയിക്കോട്ടെ, 1/2 കിലോ വാള. ഇന്നിപ്പോ ദൃശ്യക്ക് ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ, പെണ്ണ് പ്രസവിച്ചെടുക്കല്ലേ അവൾക്ക്. ദൃശ്യക്ക് ചെറിയൊരു പനി ഇന്നലെ ഒരു 11:30 തൊട്ട് തുടങ്ങിയതാ. അതെ, ഇപ്പൊ കുഴപ്പമില്ല. കാലത്ത് എനിക്ക് ഞാൻ ഉപ്മാവൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതെ, ഉപ്മാവ് ഉണ്ണിക്ക് പാല് കൊടുക്കണ കാരണേ ഈ സമയത്തൊരു മാറണം. അതെ, അടി കൂടാതെ തിന്നോളാട്ടാണ്. അതെ, ഇവര് പിന്നെ കൈനൊരു പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ചെറിയ പീസ് ഇട്ട് കൊടുത്താൽ മതി മുറിച്ചിട്ട്, അല്ലെങ്കിൽ അത് തിന്നില്ല. നന്നാക്കി തന്നല്ലേ. അപ്പൊ ഞാൻ വർക്ക് എടുക്കാൻ വേണ്ടല്ലോ. അതെ, ഇപ്പൊ ഞാനൊന്നും തരാല്ല കേട്ടോ പൈസ. ഞാൻ അത് തരണ്ട കേട്ടാ. ഞാൻ പറയാറ്, ഞങ്ങള് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടേ. അപ്പൊ ഇങ്ങനെ എപ്പോഴും വിശേഷങ്ങൾ പറയുമ്പോ ഞങ്ങൾ ഇന്ന് അതെ അതെ ഞാനൊരു 3:30 അതെ അവിടെ എത്തുമ്പോലെ 1:30 പെട്ടി വണ്ടി കഴിഞ്ഞാൽ 4 മണി കഴിയും. ശരി, 4 മണി കഴിഞ്ഞ് കുളിക കഴിഞ്ഞാ അപ്പൊ 4-5 മണിയായി. പിന്നെ 1 മണിക്കൂർ തുടങ്ങണം. അതല്ലേ, പിന്നെ കുറച്ചു നേരം രാത്രി ആകുമ്പോ 10 മിനിറ്റ് നമ്മ ഇങ്ങനെ ഇരിക്കണേ. അതെ, അത് വേണം. ഞങ്ങള് ദിവസം ഞാൻ ഇപ്പൊ അവളുടെ കൂടെ ഇരിക്കണ കാരണേ നമുക്കിപ്പോ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റേ. പിന്നെ നേരത്തെ കിടന്നില്ലെങ്കിൽ 3 മണിക്ക് എണീക്കണം. 3:30 മീനിന് പോകണം. അത് ശരിയാ, അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഭയങ്കര തലവേദന. നമ്മൾ വെറുതെ ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എത്ര വർഷമായി കഥ മീൻ കച്ചവടം തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 27 കൊല്ലമായി. 27 കൊല്ലല്ലേ? ആദ്യം അതായത് ഇങ്ങനെ വണ്ടിയിൽ തന്നെയാണോ? സൈക്കിളിലൊക്കെ? ആദ്യം പെട്ടിവണ്ടി ഞാനൊരു 8 മാസം തുടങ്ങിയുള്ളൂ. പിന്നെ ബൈക്കുമാണ് സുഖം. ആദ്യം എങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു? ആദ്യം ഞാന് MI ടീമിലാ. സൈക്കിൾ ചെയ്തിട്ടുണ്ടോ? വലിയ. പിന്നെ ബൈക്ക് 3 ബൈക്ക്, 4ാമത്തെ ബൈക്ക്. അത് എല്ലാവരും ചിറ്റണ്ടക്കാരെന്നാ പറയാ. ഇപ്പത്ത് മേടിക്കറാ ചിറ്റണ്ട തന്നെ. ചിറ്റണ്ട തന്നെയാണല്ലോ വീട്. ഞാൻ വന്നിട്ടുണ്ടല്ലോ. ചിറ്റണ്ട മാൻപടിയിലായിരുന്നു ആദ്യം. ഇപ്പൊ പൂങ്ങോട്ടായി. അതെ, അപ്പൊ എന്ത് യൂട്യൂബ് ചാനൽ പിന്നെ സമയമില്ലാത്ത കാരണം അല്ലേ നിർത്തിയതാണല്ലോ. ഇക്കടെ പേര് പറയും. കാലിദ്. ചിറ്റണ്ട കാലിദ്, പൂങ്ങോട് കാലിദ്. ഇപ്പൊ പൂങ്ങോടാ. അതല്ലേ, പൂങ്ങോട് കാലിദ്. അതെ, എല്ലാവർക്കും അറിയാം. വർഷങ്ങളായതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും വീഡിയോയിൽ പറയും ഇങ്ങനെ നമ്മളൊക്കെ വരാറുണ്ട്. ഇവിടെ അറിയാത്തവരാരും ഇല്ല. ഈ മറ്റേ പാർലിക്കാട് വിട്ട് മറ്റേ പൂതിരുത്തി വരെ, പൂതിരുത്തി മറ്റേ ആര്യമ്പാടം. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷമായിട്ട് നിങ്ങൾ മീൻ കൊടുക്കുമ്പോഴേ ഇപ്പൊ സംഭവങ്ങള് ചിലപ്പോ കാശ് മേടിക്കും, ചിലപ്പോ മേടിക്കില്ല. അങ്ങനെ കൊറേ കാശ് കിട്ടാണ്ടാവില്ലേ? കൊറേ പൈസ ചോദിക്കില്ല. ഓർമ്മ വന്നാള് ഇപ്പൊ ഒരാള് വന്ന് 1200 റുപ്യ വന്നു. അതെ, അതിന്റെ മോളെ എടുത്തിരുന്ന അമ്മ. അപ്പൊ ഇന്നലെ വന്നിട്ടാന്ന് ആയിട്ട് മീൻ മേടിച്ചു വരികയില്ല. എന്നിട്ട് പറയാ ഞാൻ 1200 റുപ്യ ഉണ്ട്. അപ്പൊ അതിങ്ങനെ നമുക്ക് എങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റല്ലേ? നമുക്ക് കുറെ ആൾക്കാരുണ്ട്, കുറെ ഏരിയയിൽ പാർലിക്കാടോട്ട് ഈ ഇതുവരെ വീടുണ്ട്. തിരിച്ചു പോകുമ്പോ കുമ്പളങ്ങാട് മേടിക്കും. എല്ലാരും ഇങ്ങനെ പൈസ ഓർത്തില്ല. പക്ഷെ ഓർത്ത് തരും ആൾക്കാര് ഓർത്ത് തരും. അല്ല, നന്നാക്കിയെന്ന കാരണേ ഇനി ഇത് വർക്ക് വേണ്ടോ. ശരി, ചായ പിടിച്ചില്ലേ? ഇതാണ് നമ്മുടെ മീൻകാരൻ മാമ. തൊത്തിന് മാമനല്ല കേട്ടോ, അച്ചാച്ചനെ വരിക കേട്ടാ. അച്ചാച്ചൻ കാശില്ലെങ്കിലൊക്കെ നമുക്ക് തരൂല്ലേ മീന്. ഇതാ വിന്നി മീൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. മീൻ അവിടെ നിർത്തിയപ്പോ മിന്നൊക്കെ അങ്ങോട്ട് ഓടി. വാ, നമ്മള് കൊറേ വർഷമായില്ലേ മീൻ മേടിക്കാൻ തുടങ്ങിയിട്ട്. തൊത്തിന്റെ ഓർമ്മയുള്ളപ്പോ തൊട്ടിട്ട് മീൻ മേടിക്കണത് ഈ മാമന്റെ ഒന്നല്ലേ നമ്മള്. ചിറ്റണ്ട മാമനെ പറയാ. ഈ ചിറ്റണ്ട മാമനെ അല്ല, ഈ അച്ചാച്ചനെ യൂട്യൂബ് ചാനലുണ്ട്. ഇത്ര ചോദിച്ചപ്പോ പറയാ ഒരു യൂട്യൂബ് ചാനൽ.
ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, പക്ഷെ നമുക്ക് സമയം കിട്ടുന്നില്ല. അയ്യോ, യൂട്യൂബിന് പേര് ചോദിക്കായിരുന്നല്ലേ. ഇവിടുന്ന് ഓടി പോയിട്ട് ചോദിച്ചോക്കേ എന്താ പേര് ചോദിക്കും, എന്നിട്ട് ഞങ്ങൾ നോക്കാ പറഞ്ഞോട്. ചിലപ്പോ അച്ചാച്ചനെ അറിയില്ല. എന്ത് ചെയ്യാ, മോള് ചോദിക്കാൻ പോയിണ്ട്. ഇക്കാ നിങ്ങളുടെ യൂട്യൂബിന്റെ പേര് പറയാൻ. കാലിദ്, കാലിദ്. ആ ഇക്കടെ യൂട്യൂബിൻ്റെ ചാനലിൽ അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല. കാലിദ് എന്ന് വെറുതെ ആളുടെ പേര് തന്നെ ഇട്ടേക്കണതെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ ആൾ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. എന്നാലും നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഈ ചിറ്റണ്ടക്കാരൻ്റെ നിന്നാണ് ഈ മീൻ പിടിച്ച് ചാള മേടിച്ചത് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ ഉമ്മർത്തിരിക്കുകയല്ലേ, ഇപ്പോൾ ആൾ വന്നു. നമ്മൾ സ്ഥിരം മേടിക്കുന്നതാണ്, പിന്നെ ഒരു ഒന്നരാടം കൂടുമ്പോൾ മേടിക്കും. അപ്പം ഞാൻ ഇക്കടത്ത് എന്തോ പരിചയപ്പെടുത്താം, ഇക്ക ആരാണെന്ന്, ഏത് മീൻകാരനാണെന്നുള്ളതൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. പൊക്കി പിടിച്ചാൽ കടിച്ചുകൊണ്ടു. നമുക്കിത് വറക്കാനാ, വേസ്റ്റ് ഇല്ല ഇനി ഇതിൽ. അവർ നന്നാക്കി തന്നിട്ടൊക്കെ ചാച്ചനെ നന്നാക്കി തന്നിട്ട് നമുക്കിനി വറുത്തെടുത്തേ വേണ്ടുള്ളൂ. അപ്പോഴേ ഇതകത്ത് കൊണ്ടുവച്ചൊരു പാത്രത്തിൽ മൂടി വയ്ക്കും, അച്ചപ്പോൾ വറുത്തെടുത്ത് തരാം. ചോറായിക്കൊണ്ടിരിക്കാം. അപ്പോൾ ചോറ് അടുപ്പത്തായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഈ മീനും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ വാള, എൻ്റെ ഓർമ്മയിൽ വാള കഴിച്ചിട്ടില്ല കേട്ടോ. എപ്പോഴും കാണുന്ന ഒരു മീനാണ്, പക്ഷേ വാള ഇതുവരെ കഴിച്ച് കഴിച്ചിട്ടില്ല. എന്താ കണ്ടീഷൻ നമുക്കറിയില്ല. അപ്പം നമ്മുടെ അമ്മയും കുഞ്ഞും അകത്തുണ്ട്. ഇത് ലൈവ് വീഡിയോ പോലെ കേട്ടോ നമ്മൾ പോകുന്നത്. ഹലോ ഋഷിമോളെ, ഉള്ളിലുണ്ട്. മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടാ. കണ്ട പഴം തൊട്ടിട്ടില്ല, പഴം ഇരിക്കണൊക്കെ. ചായ കുടിച്ചു, ഉപ്മാവും കഴിച്ചു. മീൻ ഇപ്പം പുലിവലയ്യ. മീനേ ഒരു മൺചട്ടിയിൽ ഇടുക. മൺചട്ടിയിൽ ഇട്ടിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചടക്കുക. തച്ച പിടിക്കുക. അപ്പോൾ തൽക്കാലം കിടത്താം. ഒരു പാത്രം എടുത്തിട്ട് പോവാം, മൺചട്ടി. അച്ഛൻ സ്ഥിരം വെക്കാറില്ല, പിന്നെ അവിടെ വയ്ക്കാം. വിഷയ എനിക്കറാ ദേ ഉപ്പാവ് കഴിച്ചില്ലേ? തല കറക്കണ്ട ഇല്ലല്ലോ. നനച്ചിട്ടൊരു ഹായ് കൊടുക്കും, ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കുന്നു. ഈ ഉഷാറായല്ലോ നമ്മുടെ ആൾക്കാർ. ഉണ്ണി പാല് കുടിക്കുക? അതൊന്നല്ല, എനിക്കുള്ള മടി. നോക്കട്ടെ വയ്യേ. നോട്ടെ, ഒന്ന് പതുക്കെ എനിച്ച് നോക്കട്ടെ. പതുക്കെ എനിച്ച്. കുറച്ച് കള്ളത്തരാണ് കേട്ടോ. എന്താ വെച്ചാൽ ആ പനിയുടെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഫീല്. അപ്പോൾ മൂപ്പർക്ക് ഒരു മടി പോലെ. നോക്കട്ടെ, ഒന്നൊരു ഹായ് കൊടുക്കും. ഓ ഹായ്. വയ്യേ? തീരെ വയ്യേ? ക്ഷീണുണ്ടോ? എന്താ വേണ്ടപ്പോ? തമാശ കളിക്കുന്നത്. ഡോക്ടറെ കാണിക്കുമ്പോൾ നമുക്കിപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ അടുത്തൊരു കടയിലേക്ക് പോകണത്ര ദൂരമുള്ളൂ. തമാശ കളിക്കരുത്, പനി കൂട്ടാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങൾക്ക് എപ്പോഴും പോകണ ഒരു സ്ഥലം കൂട്ടിയാണ് മെഡിക്കൽ കോളേജ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. ഈ പനിയാന്ന് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഓഫായി. കണ്ടില്ലേ, ഞാൻ തന്നെ കണ്ടില്ലേ മുടിയൊക്കെ ചിന്താണ്ട് ആകെ സുഖലിടും. അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾ ഒരു കാലത്തൊരു വീഡിയോ ഇട്ടത്, എൻ്റെ ഭാര്യയ്ക്ക് പനിയാണ്, ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയിട്ടുള്ള ചങ്ങായി, നമ്മുടെ കാര്യങ്ങൾ നമുക്കറിയുള്ളൂ. നമ്മൾ പിന്നെ ഒരു ഫാമിലി വ്ളോഗും ചെയ്യല്ലോ വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ എന്നിപ്പോൾ ഓണപ്പൂക്കളം ഇട്ടിട്ട് ഓണം തിരുവാതിരകളി കാണിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ കാലത്തൊരു വീഡിയോ ചെയ്തു, എൻ്റെ ഭാര്യയ്ക്ക് വയ്യ. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല, നേരം വെളുക്കുമ്പോൾ ഓരോരോ കാര്യങ്ങൾ. ഉണ്ണിനെ അവൾ എനിക്ക് നോക്കും, ഞാൻ നോക്കും. ഉണ്ണിനെ ഞാൻ നോക്കും. ഇവിടെ ഉറക്കാൻ അവൾക്കും പറ്റണില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരാളൊരു മെസ്സേജ് ഇട്ടൊക്കെയാണ്, ഒരു വീഡിയോ കണ്ടിട്ട്, ഒരു വീഡിയോ കാലത്ത് പോസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ, ചോറ് വയ്ക്കലും വെള്ളം വയ്ക്കലും, അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കൊണ്ടുവരലും അടിച്ചോരലും പാത്രം കഴുകലും ഇതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പനിയാണ്. ഉണ്ണിവാവിക്ക് പാല് കൊടുക്കണേൽ ആരോട് ചോദിക്കുക, നമ്മളറിയുന്നവരോട് നമ്മൾ ചോദിച്ചു. അപ്പം ഇതിൽ പ്രായമായവർ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ട്. ഉണ്ണിനെ നോക്കും. അപ്പം പറയാ. അപ്പം അതിൽ നിന്നിട്ടൊരു മെസ്സേജ് ഇട്ടൊക്കെയാണ് ഒരാൾ, നിങ്ങളുടെ ക്യാപ്ഷൻ എന്തെങ്ങനെ, നിങ്ങളുടെ ഭാര്യ പ്രസവിച്ച് കഴിഞ്ഞതല്ലേന്ന് എല്ലാവർക്കും അറിയില്ല. എല്ലാവർക്കും അറിയില്ല, ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ കാണുമെന്നല്ല നമ്മുടെ ചാനൽ ഒരു കുഞ്ഞു ചാനലാണ്. ആദ്യമായിട്ട് ഒരു വീഡിയോ ഒന്ന് കാണുന്നവനെ അറിയും എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ടൊക്കെ എടുക്കണ്. ദൃശ്യക്ക് പനി എന്ന് പറഞ്ഞാൽ ദൃശ്യ ഫേമസ് ആയിട്ടുള്ള ആളൊന്നല്ല, സിനിമാ നടി എന്നല്ല, ശോഭന ഉർവശി എന്നല്ല. എന്ത് വിവരമല്ലേ ഈ പറയണത്? നമ്മളൊരു വീഡിയോ ഇട്ടു, അതിനൊരു ക്യാപ്ഷൻ കൊടുത്തു, പ്രസവിച്ച് കിടക്കണ ദൃശ്യക്ക് പനി. അപ്പം ദൃശ്യം ആരാന്ന് അറിയില്ല ചിലവർക്ക് ഈ പ്രസവിച്ച് കിടക്കണ പെണ്ണാന്ന് പറയുമ്പോൾ ആ വീഡിയോ കാണുമല്ലോ, അപ്പോഴല്ലേ ഞങ്ങളുടെ കുടുംബത്തിന് പരിചയമാവുക.
ഓരോ ടീം. എന്താ പേര്? പൊന്നോ? നമ്മൾ പേര് പൊന്നു അതിൽ കൊടുത്തതാരാ പറയണേ? എന്തായാലും എൻ്റെ പൊന്നോ ഇല്ല പൊന്ന ദൃശ്യം വരച്ചിരിക്കണു. എൻ്റെ പൊന്നോ പറഞ്ഞ പറയണ പോലെ എന്റെ പൊന്ന ഞാനൊന്നും തിന്നില്ലേ. ശരി, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, സന്തോഷം. ഞങ്ങളെ കുറച്ച് ഹാർഡ് വർക്കല്ലേ, അതൊക്കെ കണ്ട, ഇതൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് വേണം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ ഓരോ ടോയ്സുകൾ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി. ഇതൊന്നും ഇവർക്ക് അറിയില്ല. എൻ്റെ പൊന്നോ. ഓക്കെ, അപ്പം അച്ഛൻ മീൻ വറക്കട്ടെ? അടിക്ക്. ഓക്കെ, മീൻ വറുത്തിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ ഭാര്യയ്ക്ക് ഞങ്ങൾക്ക് ചോറിനോട്ടെ. നിങ്ങൾ പറഞ്ഞ ക്യാപ്ഷനും കേപ്ഷനും നോക്കിയിട്ട് ഇരിക്കല്ലോ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു പാട്ട് നമുക്ക് പാടിയല്ലോ. ഇവിടെ മഴ പെയ്യാറുണ്ടോ, അവിടെ മഴ പെയ്യാറുണ്ടോ, ഇവർക്ക് നല്ല ക്യാപ്ഷൻ ഉണ്ടോ, ഇവർക്ക് നല്ല ക്യാപ്ഷനുണ്ട്. ഓക്കെ, ഉണ്ണിക്കരയാണ്. ഉണ്ണിക്കരയുമ്പോ അതിന്റെ ചെവിയില് പോയിട്ടേ ഈ ഗടിയില്ലേ, ദിയ ഗടി, എൻ്റെ സ്വത്തത് ഇതാണ്. എനിക്കുണ്ടായ ആദ്യത്തെ സ്വത്ത് സ്വർണം. പിന്നെ അവിടെ കിടക്കുന്ന ആളാണ് ഇപ്പത്തെ സ്വർണം. അപ്പം എനിക്ക് 2 സ്വർണം. അവിടെ ദൃശ്യം പറയാ 2 സ്വർണം. ദൃശ്യ ഇവിടെ മഴ പെയ്യാറുണ്ടോ, ദൃശ്യ ഒരാൾക്കേ ക്യാപ്ഷൻ പോരാത്ര. എനിക്ക് അത് കാലത്ത് കേട്ടിട്ടാണ്. ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാണ്ട്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ചേട്ടൻ ഭാര്യയ്ക്ക്, എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ, കുറവുണ്ടോ, എന്താ ചെയ്യണമെന്നുള്ളതല്ല, ഒരു ക്യാപ്ഷൻ. എൻ്റെ പൊന്നളിയാ. ബൈ. എന്തായാലും മീൻ മറക്കട്ടെ.